വട്ടം 4-ാം വാരം വ്യാഴം. തിരുവചനം: അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കുവാൻ തുടങ്ങി. മാർക്കുസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 7-ാം തിരുവചനം. തിരഞ്ഞെടുക്കപ്പെട്ട ജനം ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഉള്ളതുപോലെ ഒരു രാജാവിനെ തങ്ങൾക്കും വേണം എന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും യാഹ്വേ അതിന് തയ്യാറായില്ല. തീരുമാനം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു കാരണം, രാജാവിനെ ലഭിച്ചു കഴിയുമ്പോൾ ജനം മനുഷ്യനിൽ ആശ്രയിക്കും, അവൻ്റെ കരബലത്തിൽ ആശ്രയിക്കും, ഭൗതികമായ സമ്പത്തിൽ ആശ്രയിക്കും, എല്ലാം തരുന്ന ദൈവത്തെ മറക്കും. ഇന്നത്തെ സുവിശേഷത്തിലും യേശു ശിഷ്യന്മാരെ പ്രേക്ഷിത വേലയ്ക്ക് അയക്കുമ്പോൾ വ്യക്തമായി ആവശ്യപ്പെടുന്നത് യേശു നൽകുന്ന ദൗത്യം വിജയിപ്പിക്കുവാൻ മനുഷ്യനിൽ ആശ്രയിക്കാതെ, ഭൗതികമായ സമ്പത്തിൽ ആശ്രയിക്കാതെ ദൈവപരിപാലനയിൽ ആശ്രയിക്കുവാനാണ്. യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്. ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടെ വിടുന്നത് വരെ ആ വീട്ടിൽ താമസിക്കുവിൻ. ചുരുക്കത്തിൽ, പ്രേക്ഷിത വേലയ്ക്ക് യേശു അയക്കുന്നവൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് സുവിശേഷം മാത്രം. ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത് യേശു മാത്രം. എന്തെന്നാൽ വിളിച്ചവൻ വിശ്വസ്തനാണ്.